ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മുട്ടവറവാണ്. അപ്പോൾ ഈ മുട്ടവറവ് ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒറ്റ കറിയുടെ ആവശ്യമില്ല. അത്രയും ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വെക്കണേന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് 2 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വാടി വരട്ടെ, അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുത്തിപ്പൊടിച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുളക് കുറവായ കാരണം കുറച്ചും കൂടി മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് ചെറിയൊരു കഷ്ണം തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2-3 തണ്ട് കറിവേപ്പില ഉരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയും പൊടികളും എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് മുട്ടയാണ്. ഞാനിവിടെ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കോഴിമുട്ട നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടയ്ക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ടയൊക്കെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ നല്ല പൊടി പോലെ ആവും. അതുവരെ നമ്മളിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെയൊക്കെ മുട്ടയൊക്കെ നന്നായിട്ട് ഇങ്ങനെ അടർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഫൈനലി കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടവറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ് ഈ മുട്ടവറവ്. ഈ മുട്ടവറവ് ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണും വരെ. ഓക്കെ, ബൈ, താങ്ക് യു.